കേൾക്കണോ പ്രിയ കൂട്ടരേ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. എൻ്റെ അഭിനയം കണ്ടിട്ട് ഇത്ര പേര് എനിക്ക് വേണ്ടി കൈയടിക്കുന്നോ എന്നൊക്കെ തോന്നി. എനിക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു കാര്യം. എൻ്റെ ബർത്ത്ഡേ ആ സെറ്റിൽ ആഘോഷിച്ചു. ആടെ പറഞ്ഞു എനിക്ക് കണ്ണൂര് പറഞ്ഞോ കണ്ണൂര്. എത്ര സ്കൂള് പോയില്ല? കഴിഞ്ഞ വർഷം ഒരു മാസം കണ്ടേ പോയിട്ടുള്ളൂ. ആകെ ഒരു മാസേ പോയുള്ളൂ 1ാം ക്ലാസ്സില്. ചേച്ചി അവരുടെ കൂട്ടാണ്. അയ്യോ ഇത് ശരിക്കും അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊണ്ട് കൈ കൊടുത്തപ്പോഴത്തേ ഇതിനകത്ത് എന്തായിട്ടാ അഭിനയിക്കണേന്ന് ചോദിച്ചു. ഇനി വീട്ടിൽ നിന്ന് കളിക്കുന്ന പോലെ ഓടി നടക്കൊന്നും ചെയ്യരുത് അങ്ങനെയൊക്കെ പറഞ്ഞിനിയോ? സാരമില്ല, എന്നിട്ട് സക്സസ് മീറ്റ് വരുന്ന സമയത്ത് എല്ലാരെയും കാണാലോ. അയ്യോ ഞാൻ ഇങ്ങനെ അഭിനയിക്കോ, ഇന്ന സമയത്ത് അഭിനയിക്കോ എന്നൊക്കെ പറഞ്ഞു പോകും. ആക്ഷൻ പറയുന്നതിന് മുമ്പ് കളിച്ചോണ്ടൊക്കെ ആക്ഷൻ പറയുമ്പോ അതിന്റെ ഇതിലേക്ക് ഞാൻ മാറും. ഐ നോബഡി സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത് ഐറൈസയാണ്. ഹലോ. ഹായ്. വലിയ സെലിബ്രിറ്റി ആയല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ സിനിമ കണ്ടിട്ട് എല്ലാരും എന്താ അഭിപ്രായം പറഞ്ഞത്? നല്ലോണം അഭിനയിച്ചു, നല്ല ആക്ടറായി മാറട്ടെ ഭാവിയിൽ എന്നൊക്കെ പറഞ്ഞു. ആണോ? ആ ക്രൂവിന്റെ കൂടെ ഇരുന്ന് സിനിമ മൊത്തം കണ്ട് കയ്യടിയൊക്കെ കിട്ടിയപ്പോഴുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? അതെ, എൻ്റെ അഭിനയം കണ്ടിട്ട് ഇത്ര പേര് എനിക്ക് വേണ്ടി കൈയടിക്കുന്നോ എന്നൊക്കെ തോന്നി. അങ്ങനെ തോന്നിയോ? തോന്നി. അപ്പം നേരത്തെ അഭിനയിച്ച ആശാനേക്കാളും വലിയൊരു സ്ക്രീൻ സ്പേസ് ആണല്ലോ ഇപ്പൊ നോബഡിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ സിനിമയിലേക്കൊക്കെ കോള് വന്ന സമയത്തെ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നെ ഇങ്ങനെ വിളിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഒരു സിനിമ കണ്ടിട്ട് എന്നെ വേറെ പൃഥ്വിരാജിന്റെ സിനിമയിലേക്ക് വിളിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, ഓഡീഷൻ അറ്റൻഡ് ചെയ്ത്. ഓഡീഷൻ വഴിയായിരുന്നു. എങ്ങനെയായിരുന്നു ഓഡീഷൻ? എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഓഡീഷനല്ലോ അതോ, അതിനകത്ത് ആദ്യം നമ്മൾ മാത്രം മീൻസ് ഈ നമ്മളെ അമ്മയും ആകും ഡോക്ടറും ആകും. എന്നിട്ട് ഇങ്ങനെ വാവോ റെങ്കോ എന്നൊക്കെ പറഞ്ഞ അതിനെ ഉറക്കും. എന്നിട്ടപ്പോൾ മാമൻ വരും ഭയങ്കര പനിയായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് അവര് പറഞ്ഞത് വേറെ, ഞാൻ അതൊക്കെ ചെയ്തു. പിന്നെ കയ്യിൽ നിന്നിട്ടൊക്കെ ഇടക്കുന്നൊക്കെ പറഞ്ഞു 5 ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞു തിരിച്ചുപോയി. വീണ്ടും ഒരു കോൾ വന്നു അവിടുന്ന്. അപ്പം വീണ്ടും തിരിച്ചു വന്നു. അപ്പം ചേട്ടത്തിയും അനിയത്തിയും പേരായിരുന്നു. എനിക്ക് ചേച്ചിയായിട്ട് അതിനകത്ത് അഭിനയിച്ച വേറൊരു ചേച്ചിയാണ്. നക്ഷത്ര ചേച്ചി അല്ല അപ്പൊ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്, വേറെ ചേച്ചിയാണ്. എന്നിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തില്ല അപ്പൊ നക്ഷത്ര ചേച്ചി ആയിരിക്കും എൻ്റെ കൂടെയെന്ന്. ഇതുപോലെ തന്നെ മുടി ചുരുണ്ടിട്ടുള്ളായിരുന്നു. എന്നിട്ട് ചേച്ചീൻ്റെ വാച്ച് കിട്ടി ഞാൻ സ്കൂളിൽ പോകുന്നു. അപ്പൊ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ഈ വാച്ച് ഞാൻ നോക്കിയില്ല, വാച്ച് സ്കൂളിൽ കളഞ്ഞു. എന്നിട്ട് ഞാൻ വാച്ച് കിടന്ന് പരതലും ഇറങ്ങി. എന്നിട്ട് പിന്നെ ഈ ചേച്ചി ഒന്ന് ചോദിച്ചു എന്താടി വരതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ വാച്ചൊക്കെ കളഞ്ഞു. എന്നിട്ട് വഴക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സീനായിരുന്നു പിന്നെ എടുത്തത്. പിന്നെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവരുടെ ചേച്ചീൻ്റെ ഒക്കെ ഒരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ, അവർ കണ്ണൂരാ. അപ്പോൾ അവർക്ക് എടുത്തു കൊടുത്തൊരു ഫ്ലാറ്റ് ഈ അവിടെ റൂമിൽ പോയി. അപ്പോൾ ഡ്രസ്സിൻ്റെ ഇത് നോക്കാൻ. അപ്പോൾ ഓരോ ഉടുപ്പ് മാറുമ്പോഴത്തേക്കും ഓരോ ചീര അങ്ങോട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ ഓരോ ഉടുപ്പ് മാറി കഴിയുമ്പോഴത്തേ അപ്പോൾ ചേച്ചി വീണ്ടും അങ്ങനെയായിരുന്നു. അങ്ങനെയാണ്. ഇപ്പം സിനിമ കഴിഞ്ഞിട്ട് പൃഥ്വിരാജങ്ങളും പാർവതി ചേച്ചിയൊക്കെ വിളിച്ച് വിഷ് ചെയ്തോ? നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞോ? അല്ല, നമ്പറില്ല, ഉണ്ടായില്ല. ആണോ? അത് സാരമില്ല. ഇനിയിപ്പോ സക്സസ് മീറ്റ് വരുന്ന സമയത്ത് എല്ലാരെയും കാണാലോ. ഇപ്പം സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ സിനിമയിൽ പെർഫോം ചെയ്യാൻ ഒരുപാടുണ്ട്. എങ്ങനെയായിരുന്നു ആ പെർഫോമൻസ് ഒക്കെ? ഇങ്ങനെ പറഞ്ഞു തന്ന് ചെയ്താണോ അല്ലെങ്കിൽ സ്പോട്ടിൽ വന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ? ആ സിനിമയിൽ ഇപ്പൊ ഇല്ലേ, നമ്മളിപ്പം അഭിനയിക്കുന്നില്ലേ, അഭിനയിക്കുന്ന സമയത്ത് ആ സിനിമയിൽ പൃഥ്വിരാജങ്ങളും പാർവതി ചേച്ചിയും കുറെ ഇമോഷൻസ്, ഇപ്പം നല്ല ദേഷ്യപ്പെടുന്ന സീൻ ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കര സങ്കടപ്പെടുന്ന സീൻ ഉണ്ടാവും. ഈ സീനിലൊക്കെ കുഞ്ഞു കൊടുക്കുന്ന എക്സ്പ്രഷൻസ് ഇല്ലേ, ഇപ്പൊ ചില സീനിൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കും, ചില സീനിൽ ഇങ്ങനെ സങ്കടത്തോടെയൊക്കെ നിൽക്കും. അതൊക്കെ എങ്ങനെയാ അതൊക്കെ പഠിച്ചത്? എങ്ങനെയാ അതൊക്കെ വന്നത്? അവരിങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ എന്നോട് ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു നല്ല ഇതായിരുന്നു. കാരണം ഞാൻ ആക്ഷൻ പറയുന്നതിന് മുമ്പ് കളിച്ചോണ്ടൊക്കെ ആക്ഷൻ പറയുമ്പോ അതിന്റെ ഇതിലേക്ക് ഞാൻ മാറും. അതെങ്ങനെ മാറുന്നേ? ക്യാരക്ടറിലേക്ക്. കുഞ്ഞു പ്രായത്തിൽ എങ്ങനെ ഈ ക്യാരക്ടറിലേക്ക് മാറാൻ പറ്റുന്നേ? ചെയ്ത് ചെയ്തിങ്ങനെ
ചെയ്ത് വരുന്നതാണല്ലേ? ചെയ്തത് തന്നെയാണ്, കുറച്ചുകൂടി ആക്കണം. എനിക്ക് ഒരു തവണ ആ ഡയലോഗ് പറഞ്ഞു തരുമോ? ഏത്? ഇങ്ങനെ സാധനങ്ങൾക്കൊക്കെ വില കൂടിയ എന്താ ചെയ്യാ? ഇങ്ങനെ സാധനങ്ങൾക്കൊക്കെ വില കൂടി കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരെന്താ ചെയ്യാ? ബാക്കിത്താ. വീട്ടിലും ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യോ പാവക്കുട്ടികളൊക്കെ വെച്ചിട്ട്? അങ്ങനെ ഇടക്കൊക്കെ കളിക്കാറുണ്ട്. ആണോ? ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് എത്ര വയസ്സുണ്ട് ഐറയ്ക്ക്? എപ്പോഴാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? എത്രാം ക്ലാസ് പഠിക്കുമ്പോഴാ ഐറ? 1 ഇപ്പൊ ഐറ 2-ലേക്കായി. അപ്പോ സിനിമയുടെ ഡബിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അതിങ്ങനെ കാണുമ്പോഴൊക്കെ കറക്റ്റ് ആയിട്ട് ആ സൗണ്ട് ഒക്കെ കൊടുക്കാൻ പറ്റിയിരുന്നോ? എങ്ങനെയാ അതൊക്കെ പറ്റിയത്? എങ്ങനെയാ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് തന്നെ അറിയൂല എങ്ങനെയാ ഞാൻ കൊടുത്തേന്ന്. ഇപ്പം സെറ്റിലിപ്പം ഐറ നോക്കുകയാണെങ്കിൽ ഐറ ഡാഡീസിന്റെ പ്രിൻസസ് ആണ്. നക്ഷത്ര ചേച്ചിയാണ് കുറച്ചുകൂടി മമ്മയുടെ ഇതായിട്ട് വരുന്നത്. അപ്പൊ പൃഥ്വിരാജങ്ങളുടെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ സീനുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പുള്ളി എങ്ങനെയുണ്ട് സെറ്റില്? നല്ലതാണ്, ശരിക്കും പപ്പനെ പോലെ തന്നെയാണ്. അത്രയും കംഫർട്ടബിൾ ആയിരുന്നോ? നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എന്നോട്. ഇപ്പം ഒരു സീൻ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു സീൻ ഉണ്ട്, പറയാൻ പറ്റില്ല, അതൊന്നും പറയുന്നില്ല. സിനിമ കാണാത്തുള്ളവരൊക്കെ ആണെങ്കിൽ കണ്ടിട്ട് ബ്ലൂപ്പർ ഒന്നും പൊട്ടിക്കണ്ട, അങ്ങനെ സസ്പെൻസ് ഒന്നും പൊട്ടിക്കണ്ട, പുറത്തേക്കൊന്നും പറയണ്ട. അപ്പം ഈ സീനില്ലേ, ഇപ്പം എങ്ങനെയാ പറയാ, ഇങ്ങനെ പപ്പ വന്നിട്ട് മോളെടുത്തൊരു സീക്രറ്റ് ഇങ്ങനെ പറയും, ഉറക്കം തൂങ്ങിയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സീന്. ആ സീൻ എങ്ങനെയാ ചെയ്തേ? ആ സീനിൽ പിന്നിൽ എങ്ങനെയാണ് ആ സീനിന്റെ ഒരു മൊത്തം ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തത്? എന്തൊക്കെയാ പറഞ്ഞു തന്നിരുന്നു? ആരാണല്ലേ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നേ? ബ്രോയ്. ആണോ? ഡയറക്ടർ സാറ് എന്താ വിളിക്കുക ഡയറക്ടറിനെ? ബ്രോയ്. ബ്രോയ് എന്തൊക്കെയാ പറഞ്ഞു തന്നെ? ബ്രോ ഇങ്ങനെ ഓരോ ഷോട്ടിന്റെ സമയത്ത് ഇങ്ങനെ അത് ചെയ്യണം, അപ്പോൾ ഓരോ ഷോട്ട് വെച്ച് നമുക്ക് അപ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല. അത് ചെയ്യണം, ഇത് ചെയ്യണം, അപ്പോൾ നമ്മൾ അതിനൊത്ത് ചെയ്തു കൊടുക്കും. അങ്ങനെ അതുപോലെ ഞാൻ ആ സമയത്ത് ഉറക്കത്തിന് എണീറ്റിട്ട് തന്നെ ഉണ്ട്. ശരിക്കും ഉറങ്ങി തന്നെയായിരുന്നു അപ്പൊ സീനിന് മുന്നേ? ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിങ്ങനെ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചതാണ് ആണോ? നൈസ്, താങ്ക് യു. വലിയ നടിയാവും, നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് പൃഥ്വിരാജങ്ങളും പാർവതി ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ടപ്പോ സന്തോഷായോ? അപ്പൊ ഞാൻ ഓർത്തു ഞാൻ ഇത്രയും നന്നായിട്ട് അഭിനയിക്കുക. അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചാൽ അവര് ഇത്രയും വലിയ ആക്ടറൊക്കെ ആയപ്പോ അവര് പറയുമ്പോ നമുക്കൊരു ഇതൊക്കെ ആകും. അപ്പൊ അയ്യോ ഞാൻ ഇങ്ങനെ അഭിനയിക്കോ, ഇന്ന സമയത്ത് അഭിനയിക്കോ എന്നൊക്കെ പറഞ്ഞു. ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, നല്ല കൂളായിട്ടുള്ള സെറ്റായിരുന്നു. നല്ല കൂൾ സെറ്റായിരുന്നു. ആ ഒരു പ്രഷറോ ടെൻഷനോ ഒന്നും നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല? ഭയങ്കര കൂളായിരുന്നു. ആണോ? ഇപ്പൊ ഈ പൃഥ്വിരാജങ്ങള് മറ്റേ മുഖത്തൊക്കെ ഇങ്ങനെ ചോരപ്പാടുകളോ അടിയൊക്കെ കൊണ്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് വരുന്ന സമയത്തൊക്കെ എന്താ തോന്നിയിട്ടുണ്ടായിരുന്നത്? ആ സമയത്ത് ഞങ്ങൾ ഉണ്ടായില്ല. ആ സീനുകളിലൊന്നും നിങ്ങൾ ഉണ്ടായിരുന്നില്ല? ഉണ്ടായില്ല, കാണാൻ പറ്റിയില്ല അല്ലേ? ഫൈറ്റ് രംഗങ്ങൾ കണ്ടിരുന്നോ? ഏതെങ്കിലും ഒരു ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നോ ഫൈറ്റ്? അതും കണ്ടിട്ടില്ല. അശ്ശോ, വിഷമമുണ്ടോ ചെറുതായിട്ട്? ഇല്ല. ഇപ്പൊ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോവാന്ന് സ്കൂളിലൊക്കെ പറഞ്ഞ സമയത്ത് സ്കൂളിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നോ? നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ പോകാത്ത ദിവസത്തെ നോട്ട്സ് എന്റെ ഫ്രണ്ട്സ് അയച്ചു. എത്ര സ്കൂളിൽ പോയില്ല? കഴിഞ്ഞ വർഷം 1 മാസം കണ്ടേ പോയിട്ടുള്ളൂ. 1 മാസം? ആകെ 1 മാസേ പോയുള്ളൂ 1-ാം ക്ലാസ്സിൽ? ശരി. പിന്നെ ഈ സ്കൂള് തുറന്നപ്പോ ഐശ്വര്യമായിട്ട് എന്നെ വിളിച്ചോണ്ട് പോയി. സ്കൂള് 2-ലേക്ക് തുടർന്നപ്പോഴത്തേക്കും എനിക്ക് എന്തിന്റെ ഒരു ഇതുണ്ടായി, അപ്പൊ അതിനു വേണ്ടി വിളിച്ചോണ്ട് പോയി. അപ്പൊ സ്കൂള് തുറന്നു ആദ്യത്തെ ദിവസം തന്നെ പകുതി വെച്ച് കട്ട് ചെയ്ത് തന്നു. ആണോ? അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്താ പറഞ്ഞേ? ടീച്ചേഴ്സിന്റെ ഒക്കെ സപ്പോർട്ടിലാണ് പോകുന്നത്, ടീച്ചേഴ്സ്, ഫാമിലി. പിന്നെ പറയുകയാണെ പ്രിൻസിപ്പൽ സാറൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഈ ഞാൻ പോകാത്ത ദിവസത്തെ നോട്ട് അയച്ചു തരും മിസ്സുമാരും ആണേലും ഫ്രണ്ട്സ് ആണേലും. മിസ്സ് പറഞ്ഞു ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ പഠിച്ചതെന്നും പറഞ്ഞ് മിസ് ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ ആ പോർഷൻ ഒന്ന് പഠിച്ചു വിടും. അങ്ങനെയാണ്. നമുക്ക് സ്ക്രിപ്റ്റ് പഠിക്കുന്ന നമുക്കാണോ നോട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ? 1-ാം ക്ലാസ്സിൽ പരീക്ഷ ഇപ്പൊ എങ്ങനെ എഴുതി? അത് ഡിക്റ്റേഷൻ അല്ല, വർക്ക് ഷീറ്റ് ഉണ്ടായുള്ളൂ, അതുകൊണ്ട് ഭാഗ്യം. ഇപ്പൊ സ്കൂളിലേക്ക് പോയ സമയത്ത് സിനിമ റിലീസ് ചെയ്തതിനു ശേഷം സ്കൂളിലെ ഫ്രണ്ട്സോ ടീച്ചേഴ്സോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോവുകയൊക്കെ ചെയ്തിരുന്നോ?
അല്ല, അയറൊക്കെ സ്കൂളിൽ പോവാൻ ഇഷ്ടാണോ? ആ സത്യം പറ. ഇഷ്ടാണ്, ചില ദിവസം മടി വരും. ആണോ? അപ്പൊ എങ്ങനെയാ, ഉമ്മച്ചി എന്തെങ്കിലും പറയോ? ഉമ്മ പറയും, എടി നീ പോടി, നീ പോന്ന്, പൊന്നു എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലോ. അങ്ങനെയൊക്കെയാണോ പറയാ? ഇപ്പം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ എങ്ങനെയാ ഉണ്ടാവുക സ്കൂളിൽ? ഞാൻ നടി, ഞാൻ പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ചു, ആ ഒരു ഇതൊക്കെ ഇറക്കുവോ? ഇല്ലല്ലേ, നമ്മള് പഠിക്കാനാണല്ലോ പോകുന്നല്ലേ. വീട്ടിൽ ഉമ്മയും ഉപ്പ എത്രത്തോളം സപ്പോർട്ടീവാണ് സിനിമയിലേക്ക് ഫുൾ അഭിനയിപ്പിക്കാനൊക്കെ? സപ്പോർട്ടാണ്. എൻ്റെ പപ്പേൻ്റെ ഉമ്മയും ഭയങ്കര സപ്പോർട്ടാണ്. ഉമ്മച്ചിയുടെ ഒരു സപ്പോർട്ട്, പപ്പയാണ് എവിടെയും കൊണ്ട് നടക്കുന്നത്. പിന്നെ ഉമ്മയും പറഞ്ഞു, ഉമ്മയും ഉമ്മച്ചീനോട് പറയും, ഉമ്മച്ചി ഉപ്പച്ചീനോട് പറയും. അപ്പൊ പപ്പ എല്ലായിടത്തും കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ. അങ്ങനെ. അപ്പൊ ആദ്യ സിനിമ ആശാനിലേക്കില്ലേ പോയപ്പല്ലേ, ആരാ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്ത്? ഐ മീൻ പൊക്കോ എന്ന് പറഞ്ഞത് ആരാ? പോയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആയതൊക്കെ ഇഷ്ടമുണ്ടായിരുന്നോ സിനിമയിൽ അഭിനയിക്കാനൊക്കെ? ആ ഉണ്ടായി. ആദ്യം മുതലേ ഇഷ്ടമായിരുന്നു? ആ. എപ്പൊ തൊട്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു നടിയാവണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ അഭിനയമൊക്കെ തോന്നും എന്നൊക്കെ തോന്നിയത് എപ്പൊ തൊട്ടാ? എൻ്റെ താത്ത ഒരു സൈഡ് റോൾ ഒരു സ്ഥലത്ത് പോയി. എവിടെ? സൈഡ് റോൾ ആയിട്ട് ഒരു ഫിലിമിൽ പോയി. സൈഡ് റോൾ ആയിട്ട്? അപ്പോ അവിടെ ചെന്നപ്പോ ഒരു മെയിൻ റോൾ കുട്ടീനെ കണ്ടു. അപ്പൊ എനിക്കും അതുപോലെ ആയിരുന്നെങ്കിൽ, അപ്പൊ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു, ദൈവം അനുഗ്രഹിച്ചിട്ട് ഇവിടം വരെ എത്തി. ഇവിടെ വരെ എത്തി. അപ്പൊ ഇപ്പൊ ആശാനിലാണ് ആദ്യം ഇങ്ങനെ ക്യാമറ ഒക്കെ വലിയ സെറ്റ് ക്യാമറ, ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെ എല്ലാരും കാണുന്നത് ആശാനിലായിരിക്കല്ലോ. ആ സെറ്റിൽ പോകുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നോ? ചെറിയ ടെൻഷൻ ഉണ്ടായി. തെറ്റിക്കഴിഞ്ഞ എന്തേലും പറയൂ. ആ ടെൻഷൻ ഉണ്ടായിരുന്നു. മീൻസ് ഫസ്റ്റ് ഫിലിം അല്ലേ, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. ഫസ്റ്റ് ഫിലിമിന് പോകുന്ന സമയത്ത് എന്തൊക്കെ ടിപ്സാ വീട്ടിൽ നിന്ന് തന്നത്? ഇനി വീട്ടിൽ നിന്ന് കളിക്കുന്ന പോലെ ഓടി നടക്കൊന്നും ചെയ്യരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിനിയോ? ഇപ്പൊ ആശാൻ സെറ്റിൽ പോയപ്പോ ഉമ്മച്ചി പറഞ്ഞിരുന്നോ വീട്ടിലിങ്ങനെ ഓടി നടക്കുന്ന പോലെ ഒന്നും ആടെ പോയി ഓടി നടക്കരുത് എന്നൊക്കെ പറഞ്ഞു തന്നീനിയോ? പറഞ്ഞായിരുന്നു. ആടെ പറഞ്ഞു, എനിക്ക് കണ്ണൂര് കയറി. കണ്ണൂര് പറഞ്ഞോ? കണ്ണൂര് അങ്ങനെയൊന്നുമില്ല, പറഞ്ഞോ? ആടെ ചെന്നിട്ട് ഓടി അങ്ങനെ ഒന്നും നടക്കരുത് എന്നൊക്കെ പറഞ്ഞ്, കുസൃതി ഒന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഡയറ്റ് ഒക്കെ എടുക്കുന്നുണ്ടോ? ഫുഡൊക്കെ എങ്ങനെ, കൺട്രോൾഡ് ആണോ? കൺട്രോൾ. ഇപ്പോഴേ എന്തൊക്കെയാ ഫുഡ് കൺട്രോൾ ചെയ്യണേ? ജങ്ക് ഫുഡ്, ഓയിൽ ഫുഡ്സ് ഒക്കെ കൺട്രോൾ ചെയ്യോ? ആരാ ഈ ഡയറ്റ് ഒക്കെ തന്നത്? ഉമ്മയാണോ ഡയറ്റ് ഒക്കെ തന്നത്? എന്നിട്ട് അതൊക്കെ അനുസരിച്ച് ഇങ്ങനെ പോവോ? അപ്പൊ ഇപ്പൊ ഇങ്ങനെ ആഗ്രഹം തോന്നൂലേ മിഠായി കഴിക്കാനൊക്കെ? ആഗ്രഹം തോന്നി എന്ത് ചെയ്യും? ഇടക്കിടക്ക് കഴിക്കും. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കൺട്രോളിങ്ങേ ഉള്ളൂ അല്ലേ? ആ സിനിമയിലുള്ള സെയിം പോലെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വീട്ടിൽ കളിക്കുമ്പോൾ അയറൊക്കെ ആരാ കമ്പനി ഉണ്ടാവുക? ഇത്താത്ത ഉണ്ടാവുക. എന്റെ ഇത്താത്തയാണോ കമ്പനിക്ക് കൂടെ കളിക്കാൻ ഉണ്ടാവുക? ഇപ്പം നക്ഷത്ര ചേച്ചിയും ഇപ്പൊ ഇത്താത്തനെ പോലെ ആയില്ലേ? അപ്പൊ ചേച്ചിയായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ എങ്ങനെയായിരുന്നു? നല്ലായിരുന്നു. എനിക്ക് അതിനകത്ത് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് പോലെ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു കാര്യം പറയാം. എന്റെ ബർത്ത്ഡേ ആ സെറ്റിൽ ആഘോഷിച്ചു. ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. അന്നില്ലേ ഞാൻ അങ്ങനെ കണ്ടു. അപ്പൊ അന്ന് കൈക്ക് എന്താ പറ്റിയേ? അന്ന് ഞാൻ സ്കേറ്റിംഗിന്ന് വീണു. നീ പേടൊന്നും ഇട്ടില്ല. അതാണ് ഞാൻ വീഡിയോയിൽ കണ്ട്, കേക്ക് കട്ട് ചെയ്ത സമയത്ത് ഒരു കൈ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്നത്. അത് പ്രതീക്ഷിച്ചിരുന്നോ? അങ്ങനെ പൃഥ്വിരാജ് അങ്കിളും പാർവതി ചേച്ചിയും എല്ലാം കൂടിയിട്ട് ഞങ്ങളോട് പോലും പറയണ്ടായിരുന്നു അവര് വെച്ച്. ഞാൻ അന്ന് മമ്മാന്റെ ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പൊ മമ്മ പോകുന്ന ദിവസമായിരുന്നു. അപ്പൊ മമ്മ മീൻസ് പാർവതി ചേച്ചി. അപ്പോ ഞങ്ങള് ഇറങ്ങിയപ്പോഴത്തേക്കും കേക്ക് മുന്നിരിക്കുന്നു. സർപ്രൈസ് ആയിപ്പോയി, നല്ല സന്തോഷമായിപ്പോയി. പൃഥ്വിരാജ് അങ്കിൾ, പാർവതി ആന്റി, പിന്നെ ബ്രോ, ആ സെറ്റിന്റെ കൂടെ ഒക്കെ എനിക്ക് ആഘോഷിക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. പൃഥ്വിരാജ് അങ്കിളിന്റെ മോള് സുപ്രിയ ചേച്ചി ഒക്കെ സെറ്റിൽ വന്നിരുന്നോ? ഉണ്ടായില്ല. ആണോ? ഓക്കെ. ആ സെറ്റിന്റെ ഉള്ളിൽ എന്തൊക്കെ വികൃതിയൊക്കെ കാണിച്ച്? ഈ നാണം കെടുത്തലല്ലാതെ ചേച്ചി അനിയത്തി തമ്മിൽ തല്ലൊക്കെ കൂടിയിരുന്നോ? തല്ല് കൂടിയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു, നല്ല തല്ലായിരുന്നു എന്നൊക്കെ. എന്നിട്ട് ആരെങ്കിലും വന്ന് ചീത്തയൊക്കെ പറഞ്ഞോ? അതൊന്നുമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല. എന്താന്നറിയോ, എനിക്ക് സ്വന്തമായിട്ട് ഒരു ചേച്ചി ഇല്ലേ. അപ്പൊ ആ ചേച്ചീനെ കൊണ്ടുവരുമ്പോ ഈ ചേച്ചിക്ക് ആ ചേച്ചിക്ക് ഒരേ പ്രായമാണ്. അപ്പൊ അവര് പെട്ടെന്ന് കമ്പനിയായി. അപ്പൊ എന്നെ കൂട്ടത്തില്ല, പിന്നെ അവര് രണ്ടുപേരും ഫ്രണ്ട്സ്. അത് കാണുമ്പോഴേ എനിക്ക് അവിടെ വേറെ കമ്പനിക്കാരൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ ഒറ്റയ്ക്കല്ലേ. അതത്ര വലിയ തെറ്റൊന്നുമില്ല, സാരമില്ല. ചേച്ചി അവരുടെ കൂട്ടാണല്ലേ. അങ്ങനെയൊന്നുമില്ല. ഇപ്പം
അതൊക്കെ കഴിഞ്ഞിട്ട് സെറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോ വിഷമം ഉണ്ടായിരുന്നോ? കരഞ്ഞു. എന്നിട്ട് പപ്പ എന്നെ ആശ്വസിപ്പിച്ചു, മീൻസ് പൃഥ്വിരാജങ്കള്. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ബ്രോയൊക്കെ ആശ്വസിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ബ്രോയി ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കണ സമയത്ത് ഞങ്ങൾ കൊണ്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു ബ്രോയിന്റെ ചുണ്ടിൽ. അയ്യോ, എന്നിട്ടൊന്നും പറഞ്ഞില്ലേ? ഇങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. നല്ല ഫൺ സെറ്റ് ആയിരുന്നല്ലേ? മിസ് ചെയ്യൂല്ലേ? പൃഥ്വിരാജങ്ങൾ എങ്ങനെയായിരുന്നു? ഭയങ്കര കൂളായിട്ടായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്? ഞങ്ങളോടൊക്കെ ഭയങ്കര കൂളായിട്ടായിരുന്നു. അങ്കിളിന്റെ കൂടെയുള്ള ഒരു അനുഭവം പറയാൻ പറ്റുമോ? ഒരു തവണ ഇങ്ങനെ ചേച്ചിനെ രക്ഷിക്കണല്ലേ, അത് കഴിഞ്ഞിട്ട് ഏന്തിയാണ് എന്നെ എടുത്തിട്ട് തന്നെ. അപ്പൊ ഞാൻ പേടിച്ചു, എന്റെ ഭാരം കൊണ്ടാണോ നീ ഏന്തി നടക്കണേന്ന്. അപ്പൊ കടിച്ചു പറഞ്ഞു കുറച്ചുകൂടി ഏന്തി നടക്കണം. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അപ്പം ചോദിച്ചോ പപ്പയുടെ അടുത്ത്, എന്റെ വെയിറ്റ് കൊണ്ടാണോ പപ്പ ഇങ്ങനെ ഏന്തി വന്നതെന്ന് ചോദിച്ചോ? ചോദിച്ചില്ല. ആണോ? എങ്ങനെ സംസാരിച്ചിരുന്നു ആയിറ? നന്നായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നിരുന്നോ പപ്പ? അഭിനയിക്കുന്നതിന് മുമ്പേ, ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും സീനൊക്കെ എടുക്കുന്നതിന് മുമ്പേ ഐറേന്റെ അടുത്ത് പപ്പ പറഞ്ഞു തന്നിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതി, ഞാൻ അങ്ങനെ നോക്കാം എന്നൊക്കെ പപ്പ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ ഓരോ എന്റെയും പപ്പേന്റെ ഇങ്ങനെ സീൻസില് ഇങ്ങനെ പറയും, ഇതിങ്ങനെയാണ്, അപ്പൊ ഞാൻ തെറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് മറ്റേത് ഇങ്ങനെ മേടിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ മമ്മ എനിക്ക് ഒരു ടിപ്പ് പറഞ്ഞു തന്നേക്കുന്ന, ഇങ്ങനെ ബ്രീത്തിങ് ഇങ്ങനെ ചെയ്തിട്ടേ തുടങ്ങുള്ളൂ. പക്ഷെ ഞാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോ കാല് മുഴുവൻ ഇങ്ങനെ പൊക്കിയിട്ട്, പിന്നെ ഞാൻ ഇങ്ങനെ താഴുമ്പോ കാലിങ്ങനെ അങ്ങനെയായിരുന്നല്ലേ? സെറ്റില് അശോകനങ്ങളുടെ കൂടെയൊക്കെ കുറെ സീൻ ഉണ്ടായിരുന്നില്ലേ? അശോകനങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? അശോകനങ്ങൾ നല്ലതായിരുന്നു. പിന്നെ അശോകനങ്ങളുടെ വൈഫായിട്ട് അഭിനയിച്ച ടീച്ചറമ്മയൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങളോടൊക്കെ. അങ്ങനെ. പിന്നെ ഞാൻ ഷൂട്ടിന്റെ സെറ്റിൽ പോകുമ്പോ തന്നെ ബ്രോയിന്റെ അടുത്തുനിന്ന് ഞാൻ വാക്കി ടോക്കി മേടിക്കും. എന്നിട്ടിങ്ങനെ ബ്രോ ഇങ്ങനെ പറയല്ലോ അസിസ്റ്റന്റ് ഡയറക്ടറിനോട്, ഓക്കെ അങ്ങനെയൊക്കെ പറയുമ്പോ ഞാന് ബ്രോയിന്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കല. പിന്നെ ബ്രോയിന്റെ ഡോഗിനെ കൊണ്ടുവരും സ്റ്റീവി. അപ്പൊ ഞങ്ങൾ അവന്റെ പുറകെ ഇങ്ങനെ നടക്കും. നല്ല രസമാണ്. പേടിയൊന്നും ആവില്ല? സ്റ്റീവി കുഞ്ഞാണോ അല്ലെങ്കിൽ വലുതാണോ? വലുതാ. ആണോ? ഏതാ ഇനം? ഗോൾഡൻ റിട്രീവർ. നല്ല രസാ. പേടിയൊന്നുമില്ലല്ലേ? നല്ല രസാ. അയാൾക്കിപ്പം പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? എനിക്ക് പ്രത്യേകിച്ച് ഡോഗിനെ ഇഷ്ടമാണ്. ആണോ? ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ് അയറക്കല്ലേ? ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ഐറേന്റെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കിയ സമയത്ത് മമ്മൂക്ക അങ്കിളിന്റെ കൂടെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തോ മമ്മൂക്ക അങ്കിൾ എന്ന് പറഞ്ഞത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണോ പുള്ളിയെ കണ്ടപ്പോ? എന്തായിരുന്നു? അയ്യോ ഇത് ശരിക്കും നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊണ്ട് കൈ കൊടുത്തപ്പോഴത്തേ ഇതിനകത്ത് എന്തായിട്ടാ അഭിനയിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഞാൻ ഫ്ലാറ്റിലൊരു കുട്ടിയായിട്ടും പിന്നെ ഇന്ദ്രൻസ് അങ്കിളിന്റെ മോളായിട്ടുമാണെന്ന് പറഞ്ഞു. അങ്ങനെ പരിചയപ്പെട്ടപ്പോ എന്നെ പിന്നെ സ്റ്റേജിലേക്കൊക്കെ വിളിച്ചു. വലിയ ആളാവുമ്പോ ആരൊക്കെ കൂടെ അഭിനയിക്കണം എന്ന ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എനിക്ക് അഭിനയിക്കണം. ആണോ? എന്നാലും മോഹൻലാലിന്റെ കൂടെ, മമ്മൂക്കയുടെ കൂടെ, ജയറാമങ്കിളിന്റെ കൂടെ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? നടിമാരാരൊക്കെ കൂടെ അഭിനയിക്കണം എന്നുണ്ടോ? ആരെങ്കിലും കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? മഞ്ജു ആന്റീനെ കണ്ടിട്ടുണ്ട്. മഞ്ജു വാര്യറിനെ കണ്ടിട്ട് എന്തേലും പറഞ്ഞോ, അല്ലെങ്കിൽ വെറുതെ കാണുകയാണോ ചെയ്തത്? പണ്ട് കണ്ടതാ. ഇത്താത്ത ലുലുവിലൊരു ഷോയ്ക്ക് പോയപ്പോ അപ്പം കണ്ടതല്ലേ? പിന്നെ ലുലുവില് ഫ്ലവർ ഷോയ്ക്കില്ലേ, അപ്പൊ ആ സമയത്ത് ഒരു ചാക്കോച്ചനകൾ വന്നായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചാക്കോച്ചനകളുടെ കൂടെ എനിക്കൊരു ഫോട്ടോ എടുക്കണമായിരുന്നു. അപ്പൊ ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ദൈവത്തിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ലാസ്റ്റ് ദൈവം കേട്ട് ഞാൻ ഈ ചാക്കോച്ചനകളുടെ മോളായിട്ട് തന്നെ എനിക്ക് അഭിനയിക്കാൻ പറ്റി. ഏത് സിനിമയില്? ഉന്മാദത്തിൽ ഈ മാസം ലാസ്റ്റ് ഇറങ്ങും. ആണോ? ആഹാ. എന്നിട്ട് ചാക്കോച്ചനങ്ങളുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്താ പറയാഞ്ഞത്? എങ്ങനെയുണ്ട് പുള്ളിയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പപ്പേനെ മമ്മീനെ പോലെ തന്നെയായിരുന്നു ഞാൻ ഈ പോയതിൽ വെച്ചുള്ളതില്. പിന്നെ ചാക്കോച്ചനങ്ങൾ ഒരു മാജിക് പഠിപ്പിച്ചു. പെണ്ണിങ്ങനെ പഠിപ്പിച്ചു തരുമോ മാജിക്? പെണ്ണിങ്ങനെ വെക്കും.
എന്നിട്ട് എടുക്കാണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. പെന്നിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അതുപോലെ അങ്ങനെ. അങ്ങനെയാണ്. ചാക്കോച്ചൻ അങ്കിളുമായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നോ? ആ, ഞങ്ങൾ ഈ ഷോട്ട് കഴിയുമ്പോ തന്നെ ഈ ക്യാരംസിന്റെ മുന്നിൽ പോയിരിക്കും ചാക്കോച്ചൻ അങ്കിളും ആരെയും കൂടെ. ഞങ്ങളെല്ലാരും ഉണ്ടാവും. എന്നിട്ട് എനിക്ക് തട്ടാൻ അറിയത്തില്ല. എന്നിട്ട് ചാക്കോച്ചൻ ഞങ്ങൾ ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ വെക്കും. അതെന്താന്ന് പറഞ്ഞു നോക്കുമ്പോഴത്തേ ഞാൻ അതിനകത്തുള്ള കുറച്ചൊക്കെ എടുത്ത് എന്റെ സൈഡിലേക്ക് വെക്കും. അങ്ങനെയായിരുന്നു അവിടുത്തെ സെറ്റിൽ മുഴുവൻ അല്ലേ? ഇപ്പം ആദ്യത്തെ ഇപ്പം സിനിമ കഴിഞ്ഞിട്ടേ ഏതെങ്കിലും ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ചാക്കോച്ചനങ്ങളോ അല്ലെങ്കിൽ ഇന്ദ്രൻസങ്ങളോ പൃഥ്വിരാജങ്ങളോ പറഞ്ഞിട്ടുണ്ടോ എക്സലന്റ്, അടിപൊളി എന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ട്? ഇങ്ങനെ ഫിലിമിന്റെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഞാൻ ഇങ്ങനെ അഭിനയിച്ച് നല്ലോണം കറക്റ്റാക്കി. പിന്നെ പൃഥ്വിരാജങ്ങൾ അവിടെ ഇവിടെയൊക്കെ എനിക്ക് തെറ്റ് വന്നപ്പോൾ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് വേറെ ഒന്നും തെറ്റ് വന്നില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് ആദ്യത്തെ ഒരു ഷോട്ടിൽ തന്നെ ഞാൻ കറക്റ്റാക്കി. അപ്പോഴത്തേക്കും പൃഥ്വിരാജങ്ങൾ ബ്രോയിനോട് പറഞ്ഞു, നല്ല ടാലൻ്റ് ഉള്ള കുട്ടിയാണല്ലോ, നല്ല അഭിനയിക്കാൻ കഴിവുള്ള കുട്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ബ്രോ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു. പിന്നെ ആ സെറ്റിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു കാര്യം കാണിച്ചപ്പോഴാണ് ചിരിച്ചത്. ഞാൻ ഇങ്ങനെ കൊള്ളായിരുന്നല്ലോ അഭിനയം അത് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കാണിച്ചപ്പോൾ എല്ലാവരും ചിരിയായിരുന്നു. പൃഥ്വിരാജങ്ങളും ചിരിച്ചു അപ്പോ? ആണോ? ഈ പാർവതി ചേച്ചി എന്തൊക്കെ ടിപ്സ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അഭിനയിക്കാൻ ഉള്ള സമയത്ത്? പാർവതി അവരെ കൂടെ കിടന്നുറങ്ങിയിട്ട് പാവയൊക്കെ താഴ്ത്തിട്ടിട്ട് പപ്പയുടെ കൂടെ ഒക്കെ പോവുമല്ലോ. അപ്പൊ ഇങ്ങനെ പാർവതി ആന്റി എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു? പാർവതി ആന്റി പറഞ്ഞു ഇതങ്ങനെ ചെയ്യണം. പിന്നെ എനിക്ക് മനസ്സിലാകാണ്ട് നിൽക്കുമ്പോൾ മമ്മ എനിക്കിങ്ങനെ പറഞ്ഞു തരും. അതിങ്ങനെ ചെയ്തിട്ട് ഇതിങ്ങനെ മനസ്സിലായോ എന്ന് എന്നോട് ചോദിക്കാം. അപ്പൊ ഞാൻ പറയും മനസ്സിലായിന്ന്. അങ്ങനെ എനിക്ക് സപ്പോർട്ടൊക്കെ കിട്ടിയായിരുന്നു അവരുടെ കയ്യിൽ നിന്ന്. ഇപ്പം ആശാൻ ഇറങ്ങിയതിനേക്കാളും കൂടുതൽ അയറേനെ ഇപ്പം എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി. പൃഥ്വിരാജങ്ങളുടെ മോള് എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ ഐഡന്റിഫൈ ഒക്കെ ചെയ്തു തുടങ്ങി. പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും വന്ന് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? അങ്ങനെയല്ല, പക്ഷെ ഇന്നലെ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ കയറിയപ്പോ ഈ ഞങ്ങൾ കണ്ടായിരുന്നു. ഇന്നലെ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ കയറിയപ്പോ ഞങ്ങൾ കണ്ടു. അപ്പോഴത്തേക്കും ദേ പൃഥ്വിരാജങ്ങളുടെ മോളായിട്ട് അഭിനയിച്ചല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചതാ. അങ്ങനെ സന്തോഷായി മൊത്തത്തിൽ പറഞ്ഞു. ഇങ്ങനെ ഇനിയിപ്പോ ചാക്കോച്ചന്റെ കൂടെയുള്ള പടം ഇറങ്ങുമ്പോഴത്തേക്കും അടുത്ത പേര് ചാക്കോച്ചന്റെ കൂടെ അഭിനയിച്ച മോളല്ലേ പോകുന്നത്? അങ്ങനെ പറഞ്ഞാണ്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഇപ്പൊ ഒരു സിനിമ കരിയർ? അങ്ങനെയൊക്കെ പറയാനായോ? ഐ മീൻ സ്കൂളിലേക്ക് പോകുന്നതിനേക്കാളും ഇപ്പൊ കുറച്ചുകൂടി ആവേശമുണ്ടോ സിനിമ സെറ്റിലേക്ക് പോവാൻ? രണ്ടൊരു ആവേശം തന്നെയാ. പക്ഷേ സ്കൂളിലേക്ക് പോകുമ്പോ ചെറുതായിട്ട് മടി ഉണ്ടെന്നേ ഉള്ളൂ. ആ രണ്ടും ഒരേ ആവേശമല്ല. ഓക്കെ, അയർ വേറെ എന്തൊക്കെ ചെയ്യും സിനിമയും പഠിത്തവും ഒക്കെ അല്ലാതെ? അയറിന്റെ ഹോബീസ് വേറെ എന്തൊക്കെയാ? ഞാൻ ജേർണല് ചെയ്യും. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും കീ ചെയിനൊക്കെ വെറുതെ തട്ടിക്കുട്ടിയൊക്കെ ഉണ്ടാക്കും. സോഷ്യൽ മീഡിയ റീൽസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ കുറേ റീലുകളൊക്കെ ചെയ്ത് കണ്ടു. ഡാൻസ് ഒക്കെ ചെയ്യുന്ന റീലൊക്കെ ഞാൻ കണ്ട്. ഉമ്മി നിർബന്ധിച്ച് ഞാൻ ചെയ്യുമ്പോ അതിനൊക്കെ ഇഷ്ടമല്ല? ഇഷ്ടമാണ്, ഞാൻ ചെയ്യും. പക്ഷെ മൂടുണ്ടാകത്തില്ല ചില സമയത്ത്. ഉമ്മി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും, അപ്പൊ ഞാൻ ചെയ്യും. ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്ത റീൽ ഏതാ? ഐ മീൻ ഉമ്മി നിർബന്ധിക്കാതെ ഇഷ്ടപ്പെട്ടിട്ട് അയറ ചെയ്ത റീൽ ഏതായിരിക്കും? അതേതാന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട് അല്ലേ? ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അയറക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഈ ചോദിച്ചതൊന്നും അല്ലാതെ അയറക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഏതെങ്കിലും സെറ്റിലെ വിശേഷമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമോ അങ്ങനെ എന്തെങ്കിലും അയറക്ക് എന്നോട് പറയാനുണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ, ബർത്ത്ഡേന്റെ ഒരു ഇത്. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല? പറയാനുണ്ട്. പിന്നെ സങ്കടം നിറഞ്ഞൊരു ദിവസം, അതാണ് ഏറ്റവും ഇത്. ആശാൻ ഫിലിമിന് വേണ്ടി മുടി വെട്ടിയതാണ് ഈ കാണുന്നത്. ആണോ? അപ്പൊ ഇത്രേ ഉണ്ടായുള്ളൂ മുടി. ഇപ്പൊ ഇത്രയായി. ഇപ്പൊ എനിക്ക് ലോങ് ഹെയർ വെട്ടിയിലായിരുന്നു ഇവിടം വരെ കിടന്നേന്. ലോങ് ഹെയറോ? ഓ, എൻ്റെ ശരിക്കുള്ള മുടി ഇവിടം വരെ ഉണ്ടായി. പിന്നെ ഇവിടം വരെ കിടന്നേന്. ഇപ്പൊ വെട്ടിയിലായിരുന്നെങ്കിൽ
ആണോ? അത്രയും അപ്പൊ ലോങ് ഹെയർ അത്രയും വെട്ടിയത് നല്ല വിഷമായി. ആ അയ്യോ, അപ്പം മുടി വെട്ടണമെന്ന് അവിടുന്ന് ആള് പറഞ്ഞ സമയത്ത് ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞിരുന്നോ? ആ സമയത്ത് പറഞ്ഞു കുറച്ച് തുമ്പ് വെട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ വെട്ടി തുടങ്ങിയപ്പോഴാണ് വെട്ടുന്നതിന്റെ ഫോട്ടോ കാണിച്ചത്. എന്റെ മുന്നേ കരഞ്ഞ ആയിര മുടി വെട്ടിയപ്പോ. ഉമ്മീന്റെ ഷാള് മൊത്തം എന്റെ ഉമ്മീന്റെ കണ്ണീര് തന്നെ. അയ്യോ, ഉമ്മി മറ്റേ താലോലിച്ച് നല്ലോണം ഡെയിലി കെട്ടി ഒതുക്കി വെക്കുന്ന മുടിയായിരിക്കും അല്ലേ? പിന്നെ എനിക്ക് ഇപ്പൊ ഇത് തന്നെയാ ഇഷ്ടം. ഇനി എനിക്ക് ലോങ് ഹെയർ വേണ്ട. ഓ, ലോങ് ഹെയർ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ടോ? ഭയങ്കര ചടയാ. ഭയങ്കര ചൊറയാന്ന്. ചട ജടയാണ്. പക്ഷെ ഇനിയിപ്പോ ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓരോ ട്രാൻസ്ഫോർമേഷൻ നടത്തണ്ടേ? അപ്പൊ മുടി പോയാലും കുഴപ്പമില്ല, വളരും. ഇപ്പൊ ഏറെ കുഞ്ഞല്ലേ, അപ്പൊ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് മുടി വളരും, വെട്ടും. മുടിയല്ലേ? എനിക്കിപ്പൊ ഇത് തന്നെ ഇഷ്ടം. എനിക്കിനി ലോങ് ഹെയർ വേണ്ട. 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 ഇപ്പൊ ഇഷ്ടല്ല ലോങ് ഹെയർ, ഇപ്പൊ ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. ഷോർട്ട് ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുടി വേണം, ഭയങ്കര ഷോർട്ട് ആവണ്ടെന്ന്. അങ്ങനെയാ? ഇത്ര വേണം. പിന്നെ ഇനി വീണ്ടും വളരും. ഇത്ര അതായത് എനിക്കൊരു പാട്ട് പാടി തരുമോ? അതായത് എല്ലാവർക്കും പാട്ട് പാടി കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് വേണം പാട്ട്. കേൾക്കണോ പ്രിയ കൂട്ടരേ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, ഒരു അമ്പലപ്പുഴ വേലയും കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരേ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ട്, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരേ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഐറക്കുട്ടിക്ക് ഇനി വരുന്ന ഉന്മാദം സിനിമയൊക്കെ സൂപ്പർ ഹിറ്റ് ആവട്ടെ. പുതിയ പുതിയ ഒരുപാട് പ്രൊജക്റ്റ് ഒക്കെ വരട്ടെ. സൂപ്പർ സ്റ്റാർ ലെവൽ ആവട്ടെ. അപ്പൊ നമുക്ക് വലുതാവുമ്പോ കാണാം. വലുതാവുന്നല്ലേ, ഇനി അടുത്ത പടം സൂപ്പർ ഹിറ്റ് ആവുമ്പോൾ കാണാം. ചേച്ചീന്റെ നാമ പൊന്നൊക്കെ അപ്പൊ താങ്ക് യു. ഓക്കേ.